കോഴിക്കോട് കൊയിലാണ്ടിയിൽ ബീച്ചിലെ തിരയിൽപ്പെട്ട് മരിച്ച 4 പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. 4 പേരുടെയും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. 3 പേരുടെ സംസ്കാരം ഇന്ന് നടക്കും. കോഴിക്കോട് നിന്ന് ദിൽഷ തിലകനുണ്ട്. ദിൽഷ, പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി, മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയെന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് സംസ്കാര ചടങ്ങുകൾ? ആതിര, ഇന്നലെ വൈകിട്ട് കോഴിക്കോട് തിക്കോടി ബീച്ചിൽ മുങ്ങി മരിച്ച വയനാട് സ്വദേശികളായ 4 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായ ശേഷം മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങിയത്. ഇതിൽ 3 പേരുടെ സംസ്കാരം ഇന്ന് തന്നെ നടക്കുമെന്നാണ് ബന്ധുക്കൾ നൽകിയ വിവരം. അതിൽ മരിച്ച വാണി, ഫൈസൽ എന്നിവരുടെയും അതുപോലെ തന്നെ മാനന്തവാടി സ്വദേശിയായ അനീസയുടെയും മൃതദേഹങ്ങൾ ഇന്ന് തന്നെ സംസ്കരിക്കും. ഈ ബിനീഷ്, കൽപ്പറ്റ സ്വദേശിയായ ബിനീഷിന്റെ കുടുംബം വിദേശത്താണ്. ഇവർ എത്തിയതിനു ശേഷം നാളെയായിരിക്കും ബിനീഷിന്റെ സംസ്കാരം നടക്കുക. ഇന്നലെ വൈകിട്ടോടെയാണ് തിക്കോടി കല്ലകത്ത് ബീച്ചിൽ ഈ ദാരുണമായ ഒരു അപകടം ഉണ്ടായത്. ഈ കൽപ്പറ്റയിൽ നിന്നും അവധി ദിവസമായ ഞായറാഴ്ച കോഴിക്കോടേക്ക് വിനോദയാത്രയ്ക്ക് എത്തിയ സംഘം കടലിൽ ഇറങ്ങുകയായിരുന്നു. കടലിൽ ഇറങ്ങുകയും തിരയിൽപ്പെടുകയുമായിരുന്നു. ഇതിൽ 5 പേരാണ് തിരയിൽപ്പെട്ടത്. അതിൽ 4 പേർ മുങ്ങി മരിക്കുകയായിരുന്നു. ഒരാൾ രക്ഷപ്പെട്ടു. ഇതിൽ എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നാൽ ഈ തിക്കോടി ബീച്ചിൽ മതിയായ സുരക്ഷാ സംവിധാനങ്ങളോ അതുപോലെ തന്നെ മുന്നറിയിപ്പ് ബോർഡുകളോ കോസ്റ്റ് ഗാർഡോ ഒന്നും തന്നെ ഇല്ല. ഈ ദൃക്സാക്ഷികൾ പറയുന്ന ഒരു വിവരം അനുസരിച്ച് കടൽ വളരെ പ്രക്ഷുബ്ധമായിരുന്നു. എന്നിട്ടും മുന്നറിയിപ്പുകളെ അവഗണിച്ചുകൊണ്ട് ഈ 4 പേർ കടലിൽ ഇറങ്ങി എന്നാണ്. എന്തായാലും വളരെ ദാരുണമായ ഒരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. നാട്ടുകാരും ഈ പ്രദേശത്ത് പ്രതിഷേധത്തിൽ തന്നെയാണ്. കാരണം ഇത്രയധികം സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു കടൽ തീരം, പയ്യോളി മുതൽ തിക്കോടി വരെ പരന്നു കിടക്കുന്ന ഏകദേശം 5 കിലോമീറ്റർ ഡ്രൈവിനുള്ള ബീച്ച്, എന്നാൽ കണ്ടാൽ സുരക്ഷിതമെന്ന് തോന്നുന്ന ഈ കടൽ തീരമാണ് ഇപ്പോൾ 4 പേരുടെ ജീവൻ കവർന്നത്. 24 മണിക്കൂർ സജീവമായ ബീച്ചിൽ സ്ഥിരം ലൈഫ് ഗാർഡ്മാർ പോലും ഇല്ല എന്നത് മാത്രമല്ല, സഞ്ചാരികൾക്ക് വേണ്ട പ്രാഥമിക സൗകര്യങ്ങളും ഇല്ല. ഇതിന് എത്രയും പെട്ടെന്ന് ഒരു നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. എന്തായാലും വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ദിൽഷ തിലകൻ കോഴിക്കോട് നിന്ന്.